ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകളായിട്ട് സത്യം പറഞ്ഞാൽ പാച്ചു ഒരു പ്രായമായപ്പോൾ തൊട്ട് പലരും എൻ്റെ അടുത്ത് പല തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പാച്ചുവിൻ്റെ ഫുഡ് റുട്ടീൻ കാണിക്കണം, അവൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറയാലോ, എനിക്ക് അങ്ങനെ പറയത്തക്ക നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഒരു ഫുഡ് റുട്ടീനോ അവൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിയോ പറഞ്ഞു തരാൻ മാത്രമുള്ളൊരു വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് അവൻ പ്രോപ്പറായിട്ട് മീൽസ് കഴിക്കുന്ന ഒരു ശീലമോ അവനുണ്ടായിരുന്നില്ല. ഞാൻ പലതും കൊടുക്കുമായിരുന്നു, പക്ഷെ അവന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാന്ന് ഞാൻ പറയും. അത്രയും ഒരു സാധനവും കഴിക്കാണ്ട് ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് റുട്ടീൻ പറഞ്ഞു തരാനാണ്. കാരണം ഞാൻ ഒരു നേരം അവന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 2, 3, 4 സാധനം മാറി മാറി ഉണ്ടാക്കി കൊടുത്ത് അത് 4 ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. വെയിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ഭക്ഷണം കഴിച്ചത് നമുക്ക് അമ്മമാർക്കൊരു തൃപ്തിയാണ്. അവർ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നത് ഒരു തൃപ്തിയാണ്. പക്ഷെ അത് ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മാസം 2 ആഴ്ചയൊക്കെ ആയിട്ട് അവൻ കുറച്ചൊരു ഭേദപ്പെട്ടു. ഈ പട്ടിണി എന്നുള്ളത് മാറി എന്തെങ്കിലുമൊക്കെ അവന് ഫുഡ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ചെങ്കിലും ഒന്ന് കഴിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ചെറുതായിട്ടുള്ള അവൻ്റെ വെയിറ്റ് ഗെയിൻ വളരെ സ്ലോ ആണ്. അവൻ്റെ വെയിറ്റ് ഗെയിൻ ഒരു കുട്ടികളെക്കാളും വളരെയധികം സ്ലോ ആണ്. നമ്മൾ കൂടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാവും ചിലപ്പോൾ വില 100 ഗ്രാം 50 ഗ്രാം ഒക്കെയാണ് അവൻ കൂടുന്നത്. എന്നാലും അവൻ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവൻ മെയിൻലി ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ്. മുമ്പ് എന്ന് പറയുമ്പം അവന് പലരും പറയാറുണ്ട് അവനെ ഓടി നടന്ന് കാക്കേനെയും പൂച്ചേനെയും കാണിച്ച് കൊടുക്കുക, കഥ പറഞ്ഞു കൊടുക്കുക, TV വെച്ച് കൊടുത്തിട്ട് അറിയാണ്ട് വായിൽ വെച്ച് കൊടുക്കുക. പക്ഷെ ഇതൊന്നും അവൻ്റെ കാര്യത്തിൽ പ്രാക്ടിക്കൽ. ഞാൻ പഠിച്ച പറഞ്ഞ് 18 ഞാൻ നോക്കിയിട്ടുള്ളതാണ്. എന്ത് ചെയ്താലും അവൻ വാ തുറക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. ഉറങ്ങുമ്പോൾ പാല് കുടിക്കുക, ഇത് മാത്രമായിരുന്നു അവൻ്റെ എന്തെങ്കിലും ഇൻടേക്ക് അവനിലുണ്ടായിരുന്നത്. മാത്രമല്ല ഞാൻ സപ്ലിമെൻറ്റ്സ് മുടങ്ങാണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു പാച്ചുവിന്. സിങ്കോവിറ്റ് ആണെങ്കിലും അയൺ ഡ്രോപ്സ് ആണെങ്കിലും പിന്നെ അങ്ങനെയുള്ള DHA അതൊക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പോളിച്ചയിലാണ് അവൻ പൊക്കോണ്ടിരുന്നത്. പക്ഷെ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞത് വളരെ പുറകോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പാച്ചു എണീറ്റ് ഒക്കത്ത് കിടന്നു കേട്ടോ, തോളത്ത് കിടന്നു. അപ്പോൾ അവിടെ കിടന്നോട്ടെ, ഉറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 വീക്സ് 1 മന്ത് ഒക്കെ ആയിട്ടുള്ളൂ അവനൊന്ന് ഫുഡ് ഒന്ന് കറക്റ്റ് കഴിച്ചു തുടങ്ങിയിട്ട്. അത് എനിക്ക് മെയിനായിട്ട് മനസ്സിലായത് അവൻ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പം അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്നാക്ക് ടൈമിൽ അവർക്ക് ഓരോരുത്തർക്ക് അവരവരുടെ ബോക്സ് വെച്ച് കൊടുക്കും. അവരെല്ലാവരും ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇവനും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ഷെയർ ചെയ്ത് കഴിക്കാൻ പഠിച്ചു തുടങ്ങി, കൊടുക്കാനും അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാനൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതുകൊണ്ടാണ് ഇവൻ കഴിച്ചു തുടങ്ങിയത്. കൂട്ടത്തിൽ ഞാനിവിടെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടുണ്ട്. ആയുർവേദം കാണിച്ചിട്ടുണ്ട്, അലോപ്പതി മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലാതെയുള്ള വീട്ടുവിദ്യകൾ നമ്മുടെ നാടൻ വിദ്യകളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് വിശപ്പിനുള്ളത്. അതൊന്നും ഒരു യൂസും ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വട്ടം അവന് പനി വന്നപ്പോൾ മരുന്ന് കഴിക്കാണ്ട് ഞാൻ ഹോമിയോയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവൻ്റെ ഈ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഒരു ചെറിയൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മെഡിസിനും ഈ പ്ലേ സ്കൂളിലെ പിള്ളേരായിട്ടുള്ള ഇൻറ്ററാക്ഷനും കൂടി ആയപ്പോൾ അവന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത മൈൻഡിലേക്ക് കയറിയും തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായ ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്നുള്ളതല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അവന് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാനും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അവന് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോ ആണ് മിക്സ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം അവൻ്റെ വീട്ടിലുള്ളപ്പോൾ സമയം, ഇപ്പോൾ സാറ്റർഡേ സൺഡേ അവൻ്റെ ക്ലാസ് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലെ റുട്ടീനായിരിക്കില്ല അവൻ പ്ലേ സ്കൂളിൽ പോകുമ്പോഴുള്ള ദിവസം റുട്ടീൻ. അപ്പോൾ ഞാൻ 2ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴേ പാച്ചു എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ എണീക്കുന്നതിന് മുൻപ് പാച്ചു ഒരു ഫുൾ ബോട്ടിൽ പാല് കുടിച്ചിട്ടാണ് അവൻ എണീക്കുക. ആ ഫീഡ് ഞാൻ പീഡിയാഷ്യൂറാണ് കൊടുക്കുക. അത് കഴിഞ്ഞ് അവൻ എണീറ്റ് വന്ന് ഒരു 10:30 11 മണിയാകുമ്പോഴാണ് അവന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു വിശപ്പാവുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്ന് കൊടുക്കുന്നത് നേന്ത്രപ്പഴം നെയ്യിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ നെയ്യിട്ട് കൊടുത്താൽ ഇഷ്ടമല്ല, അതിലൊരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിലാണ് മൂപ്പർക്ക് കുറച്ചും കൂടി ഇഷ്ടം. ചില ദിവസം അത് അവൻ റിജക്റ്റ് ചെയ്യും, അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ അവൻ കഴിക്കാന ഒരു മട്ട് തോന്നി, അപ്പോൾ ദേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അവൻ കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ്, അവന് ചോക്ലേറ്റ് ഫ്ലേവർ എല്ലാത്തിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പേരിന് കുറച്ച് നമ്മുടെ ഒരു വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗ്രാന്യൂൾസിൻ്റെ ഒരു പൗഡറുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുമ്പോൾ അവന് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ ഫീഡ് ചെയ്യുന്നതോ കഴിക്കാൻ പറയുന്നതോ അതൊന്നും അവന് ഇഷ്ടമില്ല. നമ്മൾ ഫോൺ വെച്ച് കൊടുക്കണം അവന്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ അവന് നൂലപ്പം, ദോശ, ഗോതമ്പ് ദോശ, ഉപ്മാവ് ഇതൊക്കെ അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇത്രയായപ്പോൾ അവന് മതിയായി. പിന്നെ അവൻ നിർത്തി. അവൻ നോ പറഞ്ഞാൽ പിന്നെ ഒരു നോ ആണ്, പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് ഇനിയിപ്പോൾ ബാക്കിയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ബിസ്ക്കറ്റ് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അവനൊരു ആവശ്യമില്ല, എന്നാലും ചാക്കോച്ചൻ അവിടെ ബിസ്ക്കറ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ അവനും വേണമെന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന കോലമാണ് കേട്ടോ. കാരണം അവന് ആവശ്യമില്ല, ചാക്കോച്ചൻ കഴിക്കുന്നത് കണ്ടതുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ഞാൻ കൂടുതലും ക്രീം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഷുഗറി ക്രീം ബിസ്ക്കറ്റ്സിനേക്കാളും അവൻ ചോദിച്ചാൽ ഞാൻ കൂടുതലും ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ കൊടുക്കാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ആരോ റൂട്ട് അല്ലെങ്കിൽ മിൽക്ക് ബിക്കീസ് അങ്ങനെയുള്ള പ്ലെയിൻ ബിസ്ക്കറ്റ് കേട്ടോ. ഇനിയിപ്പോൾ അവൻ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 9 മണിയാകുമ്പോൾ അവൻ പാല് കുടിച്ചിട്ടാണ് എണീറ്റ് വരിക. അപ്പോൾ പോകുന്നതിന് മുൻപ് അങ്ങനെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് മിക്ക ദിവസവും കഴിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ കഴിച്ചാലായി, എന്നാലും മിക്കപ്പോഴും അവൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ ടിഫിനിലേക്കുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊട്ടേറ്റോ ചീസ് ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ പൊട്ടേറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അത് നന്നായി സ്ക്വീസ് ചെയ്തെടുത്ത് അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇത് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ശരിക്കും അത് എന്താ പറയുക, ശരിക്കും നമ്മൾ ഭയങ്കര നൂല് പോലെയാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചീസോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, നമുക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് താല്പര്യം അനുസരിച്ച് നമുക്കുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ചീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ ഞാനത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു പാൻ കേക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഓട്സ്, ഒരു 2 ആൽമണ്ട്, ഒരു 3 കാഷ്നട്ടൊക്കെ നന്നായിട്ട് വറുത്ത് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുപഴം കട്ട് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് ലയൺ ഡേറ്റ്സ്, നമ്മുടെ ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ പാലിലൊക്കെ ഞാൻ ഈ ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുക. അത് നന്നായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് ഒരു കുറച്ച് മുട്ട, ബാക്കി മുട്ട ഞാൻ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കേട്ടോ. അതും ആക്കി അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുട്ടി പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറാണ്. ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. ഒരു ബേബി പാൻ കേക്ക്സൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി അത് ചൂടോടെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ നിന്ന് 2 ഞാൻ വെച്ചിട്ട് അവനെ ഹൈ ചെയറിൽ ഇരുത്തി നോക്കും. ചില ദിവസങ്ങൾ അവൻ കഴിക്കും, ചില ദിവസം അവൻ കഴിക്കാറില്ല. കാരണം പാൽ കുടിച്ച് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് അവന് വിശപ്പൊന്നും ആവില്ല. അപ്പോൾ ഞാൻ നേരെ അത് ടിഫിൻ ബോക്സിലേക്ക് ഒരു 3 പാൻ കേക്കാണ് ഞാൻ യൂഷ്വലി വെക്കാറ് കേട്ടോ. എന്നും 3 ഐറ്റംസാണ് ഞാൻ അവന് കൊടുത്തയക്കാറ്. അതിൽ പിന്നെ അവന് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ നെഗറ്റ്സ്, ചിക്കൻ നെഗറ്റ്സ്. അപ്പോൾ അതിലൊരു ചില ദിവസങ്ങളിൽ 2 അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 3 അതാണ് അവൻ്റെ കണക്ക്. അങ്ങനെ ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ടിഫിൻ അറേഞ്ച് ചെയ്യുകയാണ്. 3 കുട്ടി പാൻ കേക്ക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നല്ല സ്വീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള പാൻ കേക്കാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഈ ചിക്കൻ നെഗറ്റ്സ് ഇടയിലൊന്ന് കഴിച്ചാൽ വല്ലാണ്ടുള്ള മധുരമൊക്കെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വെച്ച പൊട്ടേറ്റോ ചീസ് ഓംലെറ്റ് ഞാൻ മടക്കിയിട്ട് കുഞ്ഞു പീസുകളാക്കിയിട്ട് വെച്ചു. അപ്പോൾ അവന് പെറുക്കി തിന്നാനായിട്ട് ഇഷ്ടമായിരിക്കും. പാച്ചുവിന് ഒന്നാമത്
ചീസ് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടേറ്റോസും കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അറിയാതെ ഈ പൊട്ടേറ്റോസും ഉള്ളിൽ ചെല്ലും. അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ അവൻ്റെ ടിഫിൻ ബോക്സ് കേട്ടോ. ഇനിയിപ്പോൾ ദേ നമ്മുടെ ലഞ്ചിലേക്ക് കിടക്കുകയാണെങ്കിൽ മിക്ക ദിവസവും ചോറ്, അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ്. പിന്നെ പാച്ചുവിന് ചിക്കൻ ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ ആയിട്ട് ചിക്കൻ ഒന്ന് ബോൺലെസ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ചില ദിവസം അവൻ ചിക്കൻ മാത്രം കഴിക്കാൻ പ്രിഫർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ ചോറ് കഴിക്കാൻ നിർബന്ധിക്കാറില്ല. അല്ലാത്ത ദിവസം ചോറ്, അതിൻ്റെ കൂടെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാമ്പാറാണെങ്കിൽ അതിലത്തെ ക്യാരറ്റും പൊട്ടേറ്റോയും ഉടച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതൊക്കെ അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഓരോ ദിവസവും ഓരോ രീതിയാണ്. ചില ദിവസം വന്നിട്ട് അവനായിട്ട് ഇങ്ങോട്ട് പറയും അമ്മ എഗ്ഗ് മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവൻ്റെ ചോയ്സ് അനുസരിച്ചാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറെടുക്കുമ്പോൾ അവൻ അത് വേണ്ടാന്ന് പറയും, വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കോപ്പറേറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ചോറ് അവന് പൊതുവെ ഇഷ്ടമാണ്. പിന്നെ കടുക് പൊട്ടിച്ച് നെയ്യിട്ട് കൊടുക്കുന്നതും ഇഷ്ടമാണ്. ഇല്ല ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുന്ന ദിവസങ്ങളാണെങ്കിൽ അവിടുന്ന് നല്ലോണം കളിച്ച് മതിച്ച് ടയേർഡായിട്ടാവും വരുന്നുണ്ടാവുക. പക്ഷെ അവിടുന്ന് ടിഫിനും നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഒരൈറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സിൽ ഒരു 3-4 ഐറ്റംസ് ആയിട്ടാണല്ലോ കൊടുക്കണത്. മാത്രമല്ല അവിടെ കളിയും ചിരിയും കുട്ടികളുടെ കൂടെയുള്ള ഇൻട്രാക്ഷനൊക്കെ ആകുമ്പോൾ അവൻ വീട്ടിൽ കഴിക്കുന്നേക്കാൾ കൂടുതൽ അവിടെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് ദേ ലഞ്ച് കഴിക്കുകയാണ്. അന്ന് വന്നപ്പോൾ ഞാൻ പൊട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ചോറും ഞാൻ പതുക്കെ വെച്ച് കൊടുക്കുകയാണ്. വായിൽ വെച്ച് കൊടുക്കുന്ന അവന് ഇഷ്ടമല്ല. അവൻ തന്നെ പെറുക്കി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷമൊന്നും മാങ്ങ തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നു. ഇപ്പോൾ ദാ പതുക്കെ മാമ്പഴ കൊതിയനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാമ്പഴം ഇപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് മാമ്പഴം, പേരയ്ക്ക, ആപ്പിളൊക്കെ. പിന്നെ ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയത് കാരണം കൂടുതലും മാമ്പഴം തന്നെയായിരിക്കും വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ പൊതുവെ അവന് ചോറ് ഇഷ്ടമാട്ടോ. ചോറും എന്താണെന്നുള്ള കറി എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കുറച്ച് കൂട്ടി ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് ചിക്കൻ കൊടുത്തപ്പോൾ അവൻ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചപ്പോൾ പിന്നെ ചോറ് കൊടുത്തില്ല. ചോറ് കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ചിക്കൻ കഴിച്ചപ്പോൾ അത് ഓക്കെ ബാലൻസ് ആയി. പിന്നെ ഇന്ന് മമ്മി പുറത്ത് പോയി വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു. കുഞ്ഞി പീസ് കേക്കൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് പാല് അവന് എന്തായാലും എപ്പോഴും, ഇപ്പോൾ രാത്രിയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം മിക്കപ്പോഴും ഉച്ചയ്ക്ക് ഞാൻ അവന് മുട്ടയും പാലും കൊടുക്കുക. അപ്പം മിക്ക ദിവസവും അവന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ ചോറൊന്നും അവൻ കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഒരു മെജോറിറ്റി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു അളവിൽ ചോറ് കഴിക്കാറില്ല. അപ്പം എൻ്റെ ഒരു തൃപ്തിക്ക് ഞാൻ അവന് മുട്ടയും പാലും കൊടുക്കാം. അപ്പോൾ എന്ത് കഴിച്ചില്ലെങ്കിലും എനിക്കൊരു തൃപ്തിയാണ്. മുട്ടയും പാലും എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് മീല് പോലെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുക പാല്, അതിൽ മധുരത്തിന് ഞാൻ ഡേറ്റ് സിറപ്പ് ഇടാം. അപ്പോൾ അതിൽ അത്യാവശ്യം എല്ലാ പോഷകങ്ങളും പ്രോട്ടീൻസും ഫാറ്റും എല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു തൃപ്തിക്ക് ഞാൻ ഇതാണ് കൊടുക്കുക. അപ്പോൾ ഇന്നും ഞാൻ ഇത് തന്നെ കൊടുക്കണേ. കാരണം ഇന്ന് കഴിച്ചിട്ടുണ്ട്. എന്നാലും ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയത്ത് എന്തായാലും ഒരു 2-3 hours അവൻ ഉറങ്ങും ഉച്ചയ്ക്ക്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ അത് കുടിച്ച് തീർത്താൽ അല്ലേ വച്ചു അല്ലേ? പാല് വേണ്ടേ? അപ്പൊ പാലമ്മ ഉണ്ടാക്കട്ടെ, താഴെ നിൽക്ക്. അപ്പൊ മുട്ടയും പാലും ഉണ്ടാക്കട്ടെ. അപ്പൊ കുറച്ച് പേര് മുട്ടച്ചായ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മുട്ടച്ചായ മുട്ടച്ചായയാണോ വേണ്ടത്? എനിക്കറിയില്ല. കുറെ പേര് ഇങ്ങനെ മുട്ടച്ചായ ആണോ എന്നൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇതാണ്. ആദ്യം ഞാൻ പാല് തിളപ്പിക്കും. പാല് തിളപ്പിച്ചിട്ട് പറഞ്ഞ പാച്ചു വർത്താനം പറഞ്ഞേ. പാല് അവിടെ മുട്ട നന്നായിട്ട് ഇതേ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുക. പാച്ചോ ഇതിലേക്ക് ഞാൻ എൻ്റെ മുട്ട ഒഴിക്കും. ഞാൻ എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ മുട്ട ആ ഒരു ചൂടിൽ വെന്തോളും. വേണ്ട ഇങ്ങനെയാവും മുട്ട വെന്തു. ഇനി ഞാൻ അതിലേക്ക് മധുരത്തിന് ഡേറ്റ് സിറപ്പാണ് കേട്ടോ ഒഴിക്കാറ്. കുറച്ച് ഡേറ്റ് സിറപ്പ് അതിലേക്ക് ഇത് ഇന്നലെ ഞാൻ വാങ്ങിച്ചൊരു പൗഡറാണ്, ബദാം പൗഡറാണ്. കുറച്ച് അതും ഇടും. അതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഞാൻ പാലുകുപ്പി ഓട്ടയൊക്കെ വെച്ചേക്കാണ്. കാരണം നോർമൽ പാലുകുപ്പിയുടെ ഹോളിക്കോട് ഇത് പോവില്ല, കുറച്ച് തിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് പാലുകുപ്പി ചെറിയൊരു ഓട്ട ഇട്ടിട്ട് അതിൽ കൂടെയാണ് ഞാൻ കൊടുക്കാം കേട്ടോ. എന്താടാ? ആ പോവാ, ഉറങ്ങാൻ പോവാ. അവന് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ശീലക്കേടാ. ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഉറക്കം ഒരു പകുതി ഉറക്കമാകുമ്പോൾ ഞാനിത് വെച്ചു കൊടുക്കും. അങ്ങനെ കുടിച്ച് ഉറങ്ങിക്കോളും. അപ്പൊ ഇതാണ് അവന്റെ എന്താ പറയാ, ഭക്ഷണം കഴിക്കാത്ത സമയത്തും എനിക്കൊരു തൃപ്തി തോന്നുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്കായാലും ആലോചിച്ചാൽ അറിയാം, മുട്ട, പാല്, ഡേറ്റ് സിറപ്പ്, ബദാം പൗഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്യാവശ്യം എല്ലാതും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാൽ നല്ലതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഓട്ടയിട്ട് വെച്ചിട്ടുള്ള നിപ്പിളും ഉണ്ട്. അപ്പം ശരി, ഞാൻ ഉറക്കിയിട്ട് വരാം. അങ്ങനെ ദേ പകുതി ഉറക്കത്തിലെത്തുമ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഫീഡിങ് ബോട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ അവനങ്ങനെ പാലൊക്കെ കുടിച്ച് ഉറങ്ങിക്കോളും. ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് അത് തീരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഈവനിങ് ആകുമ്പോൾ ഒരു സ്നാക്ക് പോലെ പാച്ചുവിന് നട്ട്സ് ഞാൻ ഒരു 5-6 കൊടുക്കാറുണ്ട്. പിന്നെ ഈവനിങ് തന്നെയാണ് ഈ ഹോമിയോ മെഡിസിനും അവന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിലിപ്പോൾ ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെയുള്ള എന്തെങ്കിലും സ്നാക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മി ഉണ്ടാക്കിയത് ഈ കസ്റ്റേർഡാണ് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കസ്റ്റേർഡാണ്. അപ്പോൾ പിള്ളേർക്ക് അത് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ അത് ഇന്നത്തെ സ്നാക്കായിട്ട് അവന് കൊടുത്തത് ഇതാണ്. അപ്പോൾ അവർ ആസ്വദിച്ച് കഴിച്ചോളൂ. അവർക്കും ഒരു ഐസ്ക്രീം കഴിച്ചൊരു സന്തോഷം, നമുക്കും ഓക്കെ. ഡിന്നർ മിക്കപ്പോഴും കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞി തന്നെയാണ് കൊടുത്തത്. ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഇതാ പതിവ് പോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവന് പാല് നിർബന്ധമാണ്. അപ്പോൾ പാല് ഞാൻ പീഡിയാഷ്യൂർ ഒരു ഫീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാല് കുടിച്ച് പാച്ചു ഉറങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് പാച്ചുൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെ സ്കൂൾ ഡേയ്സും അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള ഡേയ്സും ഉള്ള അവൻ്റെ റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ സ്നാക്സ് ഞാൻ മാക്സിമം മിക്കതും മാറി ഉണ്ടാക്കും. റിപ്പീറ്റായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കാര്യമായിട്ട് ഇന്നത്തെ തന്നെ നാളെ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. മാക്സിമം ഞാൻ ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് യൂട്യൂബിലും ഉണ്ടല്ലോ കുറേ വെറൈറ്റി ഡിഷസ്, കിഡ്സ് സ്നാക്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ കഴിച്ചു നോക്കും ആദ്യം. അപ്പോൾ അവൻ്റെ ടേസ്റ്റ് എനിക്ക് ഏകദേശം അറിയാം. അപ്പോൾ വീട്ടിലാദ്യം കൊടുത്ത് നോക്കിയിട്ട് അവൻ കുഴപ്പമില്ല കഴിക്കുമെന്ന് തോന്നുന്നത് ഞാൻ പ്ലേ സ്കൂളിലേക്കും കൊടുത്തയച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മുമ്പ് അവൻ ഫ്രൂട്ട്സ് തൊടില്ലായിരുന്നു. ഇപ്പോൾ മാങ്ങ കഴിച്ചു തുടങ്ങി, ആപ്പിൾ കഴിച്ചു തുടങ്ങി, പഴം കഴിച്ചു തുടങ്ങി. അപ്പോൾ പതുക്കെ അതും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കൽ ഒന്ന് കുറച്ച് നോക്കിയാൽ ചിലപ്പോൾ അവന് കഴിക്കാൻ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സപ്ലിമെൻറ്റ്സും അതിൻ്റെ ഡോസ് ഒന്ന് കുറച്ച് കൊടുത്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസും അയണും ഒക്കെ ഞാൻ സപ്ലിമെൻ്റ് ആയിട്ട്, അതായത് ഇവൻ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ കൊടുത്തു തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഒന്ന് ഡോസ് നന്നായിട്ട് കുറച്ച് കൊടുക്കുകയും പ്ലസ് ഈ വിശപ്പിൻ്റെ മരുന്നും കൂടി കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അത് വർക്ക് ചെയ്ത്. മാത്രമല്ല ഈ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതും ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം അവർ കഴിക്കുന്ന കാണുമ്പോൾ ഇവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവനും കഴിച്ചു തുടങ്ങി. ഇപ്പോൾ വീട്ടിലാണെങ്കിലും തോമു ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അതും തോമു കഴിക്കുന്നുണ്ടാൽ ഇവനും കഴിക്കാം എന്നുള്ളൊരു ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നും കഴിക്കില്ലല്ലോ മുമ്പ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചോക്ലേറ്റ് നല്ലതാണ്, സ്വീറ്റ് നല്ലതാണ്, എനർജിക്ക് നല്ലതാണ്. കാരണം ഇത് ഭക്ഷണം കഴിക്കാണ്ട് എന്താ പറയുക കുഴഞ്ഞ് വീഴുമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ബിസ്ക്കറ്റ്സൊക്കെ ഇടയ്ക്കും തലയ്ക്കും, ഒരുപാട് നല്ല ഇടയ്ക്കും തലയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവന് ഈ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് ഓവറായിട്ടുള്ള എനർജി എടുത്തിട്ടുള്ള പരിപാടികൾ കുറേ ഒതുങ്ങി. ചോക്ലേറ്റ്സ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 months ആയിട്ട് ഞാൻ കൊടുക്കണ്ടായിരുന്നില്ല. അതും വളരെ നല്ലതായിട്ട് തോന്നി. കാര്യം നമ്മൾ കുട്ടികളാണ്, അവർ വാശി പിടിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ കൊടുക്കാം, അല്ലാണ്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോക്ലേറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ നോർമൽ ബിസ്ക്കറ്റ്സ് ആണെങ്കിലും അതിലൊക്കെ കൂടുതൽ ഷുഗർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് എന്താ പറയുക, അത് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമില്ല. മാക്സിമം ഹോംലി ഫുഡാണെങ്കിൽ നല്ലത്. പക്ഷേ പുറത്ത് പോകുമ്പോഴും എല്ലാ ഫുഡും ട്രൈ ചെയ്യാനുള്ളൊരു രീതിയാണ് കുട്ടികൾക്കെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി കേട്ടോ.
പിന്നെ ഞാനിവന് കൊടുക്കുന്ന സപ്ലിമെൻ്റ് അതും ചോദിച്ചിരുന്നു എന്താണ് കൊടുക്കണേന്നുള്ളത്. ഇവന് ഞാൻ പീഡിയാഷ്യൂറാണ് കൊടുക്കുന്നത്. ഒരു 1 year ആയിട്ട് അവന് പീഡിയാഷ്യൂറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് 2 ഫീഡ് ഞാൻ പീഡിയാഷ്യൂർ കൊടുക്കാറുള്ളൂ. രാത്രിയും രാവിലെ അവൻ കുടിച്ചിട്ടാണ് എണീക്കുക. ഇത് 2 ഫീഡ് പീഡിയാഷ്യൂർ കൊടുക്കും. ഇനി അതിൻ്റെ ഇടയിൽ അവന് ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഞാൻ പാല് മുട്ടയാണ് മിക്കപ്പോഴും കൊടുക്കുക. ചില സമയത്ത് അവൻ രണ്ടാമത് ചോദിക്കുമ്പോൾ ഞാൻ നാൻ പ്രോ പിന്നെ നമ്മുടെ കിഡ്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഗ്രാജുവലി അത് ഞാൻ മുമ്പ് വാങ്ങിച്ച് വെച്ച സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഞാൻ അതും സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പാച്ചു ഇപ്പം 11 kg പോലും ആയിട്ടില്ല കേട്ടോ. 10,800 ആയിട്ടുള്ളൂ അവൻ്റെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏജ് വെച്ചിട്ട് വെയിറ്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ കാര്യത്തിൽ. കാരണം അവൻ ജനിക്കുന്നത് പ്രീമെച്യൂറായിട്ടാണ്. 5.5 മാസത്തിൽ അവൻ ജനിക്കുമ്പോൾ അവന് 900 ഗ്രാമാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ വെയിറ്റ് ആ 900 ഗ്രാം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാച്ചു ആ ഒരു വെയിറ്റ് ബർത്ത് വെയ്റ്റും ഇപ്പോഴത്തെ കറൻറ്റ് വെയ്റ്റും വെച്ച് നോക്കുമ്പോൾ അവൻ ഓക്കെയാണ്. പക്ഷേ 3 വയസ്സ് ഉള്ള കുട്ടിയുടെ വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, അല്ലേ പാച്ചു? അപ്പോൾ അത് ഞങ്ങൾ ഗ്രാജുവലി വേണം പിക്കപ്പ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ റുട്ടീൻ. ഇത് എൻ്റെ അറിവിൽ ഞാൻ ഇവനിൽ പരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളാണ്. അത് 100% ശരിയാവണമെന്നില്ല. ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. നമ്മൾ എന്തായാലും തെറ്റുകളിലൂടെയാണല്ലോ പഠിക്കുക. ഒരുപാട് തെറ്റുകളുണ്ടാവും. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് വർക്ക് ചെയ്യുന്ന കാര്യം പാച്ചുവിന് വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ ഇവന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അവർക്ക് എന്താണ് നല്ലത്, അവർക്ക് എന്ത് കൊടുത്താലാണ് ഇഷ്ടം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് മാറ്റിയും മറിച്ചും കൂട്ടിയും കുറച്ചും ചെയ്യുക. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, കുട്ടികളുടെ വെയിറ്റ് വെച്ചിട്ടും അവരുടെ സൗന്ദര്യം വെച്ചിട്ടും അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ദയവ് ചെയ്ത് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. കാരണം അത് കുട്ടികളെന്നല്ല, ആരായാലും അങ്ങനെയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. പാച്ചു വണ്ണം കുറഞ്ഞതുകൊണ്ടല്ല ഞാൻ പറയണത്, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളെല്ലാവർക്കും എന്തറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അവർ വെയിറ്റിനേക്കാൾ കൂടുതൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവാൻ നോക്കുക, അവർക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിവതും ബേക്കറി ഐറ്റംസ്, പാക്ഡ് ഫുഡ്സൊക്കെ ഒഴിവാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ 100% അത് ഇല്ലാണ്ടും പറ്റില്ല. നമുക്ക് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അയ്യോ കുട്ടി വീട്ടിലെ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ അങ്ങനെ പറയാനും എനിക്ക് താല്പര്യമില്ല. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് കംഫർട്ടബിളായിട്ട് ആർക്കും ഒരു അയ്യോ ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെയെന്ന് തോന്നാത്ത രീതിയിൽ അവർക്ക് ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് ഞാൻ പാച്ചുവിനെ വളർത്താൻ ശ്രമിക്കുന്നത്. അതിൽ കുറേ പാളിച്ചകളൊക്കെ പറ്റും, പക്ഷെ ആ പാളിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട്, അല്ലേ പാച്ചു? ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുട്ടികളുടെ സ്നാക്സ് റെസിപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിലിപ്പോൾ കണ്ട എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാം. പിന്നെ പോസിറ്റീവ് ക്രിറ്റിസിസം ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കും. അല്ലാണ്ട് ഈ നെഗറ്റിവിറ്റി മാത്രം പറയാൻ വേണ്ടി വരുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.